ഓം ശാന്തി. ഇന്ന് രാവിലെ എൻ്റെ പഠന സമയത്ത് ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തത് ഗീതയായിരുന്നു. ഗീതയിലെ 18-ാം അധ്യായത്തിൽ സമ്പൂർണ്ണ സന്യാസ യോഗത്തിലൊരു ശ്ലോകൻ അതെൻ്റെ ഹൃദയത്തിൽ വളരെയധികം ആനന്ദവും സുഖവും പകർന്നു തന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്കും ആ കാര്യം തരണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ശ്ലോകൻ ഇതാണ് പറയുന്നത്: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിക്ഷ്യാമി മാശുച എന്ന് പറയുകയാണ്. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് നിങ്ങൾ എന്നിൽ ശരണം പ്രാപിക്കൂ, എങ്കിൽ നിങ്ങളെ സർവപാപങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്നതായിരിക്കും, വിഷമിക്കാതിരിക്കൂ എന്ന് ആ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ആദ്യത്തെ വരിയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ധർമ്മം ഹിന്ദുവില്ല, ഇസ്ലാമില്ല, ക്രിസ്ത്യനില്ല, ബുദ്ധനില്ല, സിഖില്ല, ആരുമില്ല. എല്ലാം നമ്മൾ ജീവാത്മാക്കൾ. നിരാകാരി പരമാത്മാ ജീവാത്മാവിനോട് പറയുകയാണ്, ദേഹാൻ ദേഹധർമാൻ. ഈ ദേഹം ഇത് ജന്മം കൊണ്ട് നമ്മളൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആൾ ഞാൻ ഹിന്ദു എന്ന് പറയുന്നു, ഇസ്ലാം മതത്തിൽ ജനിച്ച ആൾ ഞാൻ ഇസ്ലാം എന്ന് പറയുന്നു, ക്രിസ്ത്യൻ ധർമ്മത്തിൽ ജനിച്ച കുട്ടി ഞാൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നു. തൻ്റെ ജനിച്ച കുലത്തിൻ്റെ ആധാരത്തിൽ പല ധർമ്മങ്ങളെയും പറയുന്നെങ്കിലും ഈശ്വരൻ നിരാകാരി പരമാത്മാ ജീവാത്മാവിന് കൊടുത്തതായിരിക്കുന്ന ആ ഒരു ജ്ഞാനാമൃതത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ പറയുന്നത്, ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ഗീതയിൽ തന്നെ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അണോരണീയാംസം എന്ന് പറയുന്നു. നമ്മൾ മുന്നൊരിക്കൽ കണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മ. അണോരണീയം എന്ന് വെച്ചാൽ അർത്ഥം അണുവിലും അണുവായിരിക്കുന്നതാണ് ഭഗവാന്റെ രൂപം. ആദിത്യവർണം എന്ന് വെച്ചാൽ അർത്ഥം സൂര്യനെപ്പോലെ തേജസ്സുള്ളതും രൂപത്തിൽ സൂക്ഷ്മാതിസൂക്ഷ്മായതും സർവസ്യദാധാരം. ഈ സൃഷ്ടിയിലെ സർവ്വതിനും ആധാരമായിരിക്കുന്നവൻ ഭഗവാന്റെ മുന്നിൽ മനുഷ്യന്മാർ മാത്രമല്ല, മനുഷ്യനും പക്ഷിമൃഗാദികളും സസ്യലതാദികളും ചരാചരങ്ങൾ അടങ്ങുന്നതായിരിക്കുന്ന ഈ അതിവിശാലമായിരിക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ആധാരമൂർത്തിയായിരിക്കുന്ന നിരാകാരി പരമാത്മാ. ആ ഭഗവാൻ അചിന്ത്യരൂപം. ഇങ്ങനെ ഒരു രൂപമായിരുന്നുവെങ്കിൽ, ഭഗവാൻ നമ്മുടെ മനുഷ്യനെപ്പോലൊരു രൂപമായിരുന്നുവെങ്കിൽ, ദേവതയായിരുന്നുവെങ്കിൽ, നമുക്ക് അചിന്ത്യരൂപം എന്ന് പറയേണ്ട വാക്കില്ല ഗീതയിൽ. ഗീത പറയാണ് അചിന്ത്യരൂപം എന്ന് വെച്ചാൽ അർത്ഥം മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. എനിക്ക് ഓർമ്മിക്കാൻ എപ്പോഴും എനിക്ക് ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദേവതമാരെ ഓർക്കാൻ, അല്ലെങ്കിൽ ധർമ്മപിതാക്കന്മാരെ ഓർക്കാൻ, പുണ്യാത്മാക്കളെ ഓർക്കാൻ എന്തുകൊണ്ടാണ് എളുപ്പം? കാരണം ഞാൻ എന്നെ ഈ ദേഹം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ദേഹത്തിന് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു രൂപം ഓർക്കാൻ എനിക്ക് എളുപ്പമാണ്. അതേസമയം ഞാൻ എന്നെ ആത്മാ എന്നുള്ള സ്വരൂപത്തിൽ നനച്ചാൽ മാത്രം എനിക്ക് ഓർക്കാൻ പറ്റുന്നതാണ് ആ അണുസ്വരൂപനായിരിക്കുന്ന, അണുവിലും അണുവായിരിക്കുന്ന ആദിത്യവർണ്ണമായിരിക്കുന്ന പരമാത്മസ്വരൂപം. അതുകൊണ്ട് അചിന്ത്യരൂപം, ചിന്തിക്കാൻ വിഷമമുള്ളത്. അനുസ്മരേദ്യ പിന്നെ പറയുകയാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്നാലോ ഓർത്തേ പറ്റൂ, ഓർക്കാതിരിക്കാൻ വേറെ പോകുമ്പോഴില്ല. കാരണം ആ ഭഗവാനെ ഞാൻ ആത്മാ എന്നുള്ള സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് പരമാത്മാവിനെ ഓർക്കുമ്പോഴാണ് എല്ലാ ജീവാത്മാക്കളുടെയും പാപകർമ്മങ്ങൾ ഇല്ലാതാവുന്നത്. അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ദേശ, ഭാഷ, യാതൊരു രീതിയിലുള്ളതായിരിക്കുന്ന ബന്ധനങ്ങളും ഇല്ലാതെ ജീവാത്മാ ഞാൻ ആത്മാ എന്നുള്ള സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് പരമാത്മാവിനെ ഓർക്കുമ്പോൾ പല സഹോദരങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട്, ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് മുക്തമാവാൻ വേണ്ടി എന്ത് ഞങ്ങൾ ചെയ്യണം? ഞങ്ങളുടെ നെഗറ്റീവ് അക്കൗണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത്രയും ചെയ്യുക. ഞാൻ ആത്മാ എന്ന് വിചാരിക്കുക. ഈ ദേഹത്തിൻ്റെ ധർമ്മം, അത് ഹിന്ദുവോ ക്രിസ്ത്യനോ ഇസ്ലാമോ ആരോ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഈ രക്തത്തിലെ രക്തത്തിൻ്റെ വർണ്ണം ചുവപ്പെന്ന് പറയും പോലെ ഈ ദേഹം എന്ന വസ്ത്രം ഉടുത്തിരിക്കുന്ന എല്ലാ ജീവാത്മാക്കളും സൂക്ഷ്മാതിസൂക്ഷ്മമായ പ്രകാശ സ്വരൂപമാണ്. ഞാൻ ആത്മാ എന്നതായിരിക്കുന്ന ആ ഒറിജിനൽ സ്വരൂപത്തിലിരുന്നു കൊണ്ട് ആ ഒരു പരമാണു സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിനെ ഓർക്കുമ്പോൾ ആ ഒരു സൂര്യൻ്റെ കിരണങ്ങളെ ലെൻസ് ഉപയോഗിച്ച് നമ്മളിൽ വീഴ്ത്തും പോലെ ആ പരമാത്മ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് അതിശക്തമായിട്ട് ഒഴുകുകയും അതിശക്തമായിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ പ്രവാഹം എല്ലാ നെഗറ്റീവ് എനർജികളെയും ഭസ്മാക്കി കളയുകയും ചെയ്യും. സൂര്യൻ്റെ പ്രകാശത്തിൽ എല്ലാ കീടാണുക്കളും മരിച്ചു പോകും പോലെ, എല്ലാ നെഗറ്റീവും കത്തിപ്പോകും പോലെ ജീവാത്മ പരമാത്മാവാകുന്ന ജ്ഞാനസൂര്യൻ്റെ പ്രകാശത്തിന് താഴെ വരുമ്പോൾ അഹം ത്വാം സർവപാപേഭ്യോ ആ ഒരു സ്മരണയിൽ ആ ഒരു സാമീപ്യത്തിൻ്റെ സുഖം നമ്മളെ ആ ഭഗവാൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. മാ ശുച, വിഷമിക്കാതിരിക്കൂ. വിഷമിച്ചതുകൊണ്ട് എനിക്കിങ്ങനെ ആയിപ്പോയി,
എനിക്ക് കഷ്ടം വന്നു പോയി, എനിക്കിങ്ങനെ ചെയ്തു പോയി, വിഷമിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. നേടാനുള്ളത് എന്താണ്? അതില്ലാതാക്കാൻ വേണ്ടി ഇതിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്താക്കി സർവധർമാൻ പരിത്യജ്യ ആ ഒരൊറ്റ പരമമായിരിക്കുന്ന ശക്തിയായ ഭഗവാനിൽ ശരണം വ്രജ, ശരണം പ്രാപിക്കൂ. എന്നാൽ ഞാൻ ആത്മാ എന്നുള്ള സ്മൃതിയിലിരുന്നു കൊണ്ട് ആ പരമാത്മാവിനെ ഓർമ്മിച്ച് ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളെ നിരന്തരമായി പ്രവഹിപ്പിച്ചാൽ ആ ഒരു ലയനത്തിൻ്റെ സുഖകരമായ സ്ഥിതി അവിടെ നമ്മുടെ ജന്മജന്മാന്തര പാപങ്ങൾ ഭസ്മാവും. എല്ലാ നെഗറ്റീവ് അക്കൗണ്ട്സും ഇല്ലാതാക്കാൻ തരുന്നതായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പറഞ്ഞിരുന്നത്. ഒന്നുകൂടെ ഞാൻ ആ ശ്ലോകം ഓർമ്മിക്കുകയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ. ആത്മാ എന്നുള്ള സ്മൃതിയിൽ ഭഗവാനെ ഓർമ്മിക്കൂ. എല്ലാ നെഗറ്റീവ് അക്കൗണ്ട്സിനും ഇല്ലാതാക്കൂ. സന്തോഷത്തോടെ ജീവിതത്തിൽ ആസ്വദിക്കൂ, വിജയമാനന്ദിക്കൂ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.